വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവസം 2 മിനിറ്റ് എന്ന ജൂബിലി പഠനത്തിൽ പങ്കെടുക്കുന്ന ചില സഹോദരീ സഹോദരന്മാരുടെ നിർദ്ദേശപ്രകാരം രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ചില രാജാക്കന്മാരുടെ പേരുകൾ ഒന്നിലധികം പ്രാവശ്യം കാണുന്നതിൻ്റെ കാരണം വിശദീകരിക്കുന്നതിനാണ് ഇന്ന് ശ്രമിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെടുന്നതിന് മുൻപുള്ള 3 രാജാക്കന്മാരാണ് സാവൂൾ രാജാവ്, ദാവീദ് രാജാവ്, സോളമൻ രാജാവ്. വിഭജനത്തിന് ശേഷം വടക്ക് ഭാഗത്തെ ഇസ്രായേൽ രാജ്യം 19 വിവിധ രാജാക്കന്മാർ ഭരിച്ചു. അവരാണ് ജെറോബോവാം, നാദാബ്, ബാഷ, ഏല, സിമ്രി, ഓമ്രി, ആഹാബ്, അഹസിയ, ജോറാം, യേഹു, യഹോവാഹാസ്, യോവാഷ്, ജെറോബോവാം രണ്ടാമൻ, സക്കറിയ, ഷാലൂം, മനാഹം, പെക്കാഹിയ, പെക്കാഹ്, ഹോസിയ. ഇതേ സമയം യൂദ ഭരിച്ച 19 രാജാക്കന്മാരാണ് അബിജാം, ആസ, ജഹോഷാഫത്ത്, ജോറാം, അഹാസിയ, അത്താലിയ, യോവാഷ്, അമാസിയ, ഉസിയ, യോധാം, ആഹാസ്, ഹെസക്കിയ, മനസെ, ആമോൻ, ജോസയ്യ, യഹോവാഹാസ്, യഹോയാക്കിം, യഹോയാക്കിൻ, സെദക്കിയ. ഇതിൽ 1 രാജാക്കന്മാർ 22 പറയുന്ന ഇസ്രായേൽ ഭരിച്ച അഹസിയ രാജാവും 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ വിവരിക്കുന്ന യൂദ ഭരിച്ച അഹസിയ രാജാവും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങൾ ഭരിച്ചവരാണ്. അതുപോലെയാണ് 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ജോറാം എന്ന ഇസ്രായേൽ രാജാവും 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ വിവരിക്കുന്ന യൂദ രാജാവായ ജോറാമും. 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ ഭരിച്ച യഹോവാഹാസ്, 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിൽ വിവരിക്കുന്ന യൂദ ഭരിച്ച യഹോവാസും 2ആണ്. ഇതുപോലെയാണ് 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഇസ്രായേൽ രാജാവായ യോവാഷും 2 രാജാക്കന്മാർ 11-12 അധ്യായങ്ങളിൽ വിവരിക്കുന്ന യൂദ രാജാവായ യോവാഷും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.